റെഡിയാക്കി വെച്ചത്. 20 വർഷത്തിന് ശേഷം നിങ്ങൾ രണ്ടും ഒന്നിക്കുന്ന നമ്മള് ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിൽ ടീസർ കണ്ടപ്പോഴാണ് ഭയങ്കര ഫണ്ണാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നിങ്ങൾ ചിരിക്കാതെ ആ ഒരേ ഇപ്പൊ പണ്ഡിസാർ പറഞ്ഞല്ലോ, ഒരു ഷോട്ട് വെക്കുമ്പോൾ ജയറാമേട്ടന്റെ ചിരിയാണ്, ഇപ്പറ വെക്കുമ്പോ ഉർവശിയുടെ ചിരിയായിരിക്കും. ചിരി അടങ്ങാൻ പറ്റുന്നില്ല. 20 വർഷത്തിന് ശേഷം ഒന്നിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ തന്നെ സംസാരിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. ആ ലൊക്കേഷനിൽ വെച്ച് ഈ സിനിമയ്ക്ക് വന്ന ആദ്യം നിങ്ങൾ സംസാരിച്ച ഒരു കോമഡി എന്തായിരുന്നു? അയ്യോ, പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം ഇന്ന സമയത്ത് ആദ്യം സംസാരിച്ചത് എന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ഈ 10-20 വർഷത്തിനിടയ്ക്ക് ഉർവശിയും എന്നെയും വെച്ചിട്ട് ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉർവശി എടുത്ത് പറയും ഇത് ചെയ്യണോ, അപ്പൊ ഉർവശി പറയും ഒന്നുമില്ല, അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നു, അത് വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. രണ്ടാമതൊന്ന് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കം തൊട്ട് എല്ലാം പഴയ കാര്യങ്ങൾ തന്നെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. അപ്പോ ഇദ്ദേഹം കൂടെ എന്താ കാര്യം ചോദിക്കും. അപ്പൊ ഇതൊക്കെ തന്നെ ഈ നമ്മള് ഒരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് കോമഡിക്ക് വേണ്ടി ഒരു കോമഡി ചെയ്യുന്ന ഒരു സീൻ പോലും ഇല്ല കേട്ടോ. ഇതിനകത്തൊരു ഹിഡൻ ആയിട്ടൊരു കോമഡി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ക്യാരക്ടർ പോലും തമാശയ്ക്ക് വേണ്ടി തമാശ കാണിക്കുകയോ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. വളരെ സൈലന്റ് ആയിട്ട് ഒരു റിയാക്ഷൻ, ആ റിയാക്ഷനിൽ തിയേറ്ററിൽ അത് ചിരി കിട്ടിയാൽ അത് സക്സസ്ഫുൾ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാടുണ്ടല്ലേ, ഞങ്ങൾ കുറെ കാലം കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് പഴയ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ചിരിയായിരുന്നു. ശശി എന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാനും ജയറാമും അഭിനയിച്ചു കഴിഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ എളുപ്പമാണെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും ഞങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം എന്നാണ് പറയുന്നത്. അവിടെ ഒന്ന് കൗണ്ടർ കൊടുത്താൽ ഉടനെ ജയറാമേട്ടൻ കൗണ്ടർ കൊടുക്കും. അങ്ങനെ കൊടുക്കൽ വാങ്ങലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാന്ന് വെച്ചാൽ ജയറാമേട്ടന്റെ പേരാണ് എന്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അത് എത്രമാത്രം ശരിയാണെന്ന് ഈ സിനിമയോട് കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഇതിനു മുമ്പുള്ള സിനിമയ്ക്ക് മനസ്സിലാവും. ജയറാമേട്ടൻ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇല്ല, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഉർവശി ഞാനും ചേർന്ന് അഭിനയിച്ച സിനിമകളിൽ ഏകദേശം 5 സിനിമയ്ക്കോ 6 സിനിമയ്ക്കോ ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. തലയണ മന്ത്രം, മഴവിൽ കാവടി, കടിഞ്ഞൂൽ കല്യാണം, എനിക്ക് സിനിമകൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എല്ലാം. അപ്പോ അതിലൊക്കെ തന്നെ ഉർവശിക്ക് ചില ഷോട്ടിലൊക്കെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഡയറക്ടറോട് പറയാറുണ്ട്, സാർ കുറച്ചും കൂടി നന്നായിട്ട് അവർ വേറെ തരത്തിൽ ചെയ്യും, ഒന്നുകൂടി എടുക്കാം. ഉർവശി പറഞ്ഞത് എന്തിനാ ചെയ്ത് കഴിഞ്ഞാൽ പറയും പ്ലീസ് ചെയ്യൂ. കാരണം അവർക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. ഒരേ ഷോട്ട് ഒരു 10 പ്രാവശ്യം എടുത്താൽ 10 ഒരേ മരിയിക്കില്ല, 10 വേറെ തരത്തിൽ അഭിനയിക്കും. ഇപ്പൊ ഇതിൽ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡ്യരാജ് സാറിന് അറിയാം ഉർവശിയുടെ കയ്യിൽ നിന്ന്. ഇപ്പൊ ഉർവശി എന്നെ കുടിക്കറെങ്ക കോഫി ടീ എതുവും വേണ്ട, മോര് ചോദിക്കും. ആ മോര് ചോദിക്കുന്നത് തന്നെ കട്ടിയില്ല, മോര് വേണോ, അങ്ങനെ 10 ടൈപ്പിൽ അത് ചോദിക്കും. ആ 10 കഴിയുമ്പോൾ ഉർവശി അത് അത് 10 ടൈപ്പില് അവർ ചെയ്യുന്നത്. അത് അറിയാം കൃത്യമായിട്ട്. അതുകൊണ്ട് കട്ടിയാതെ വൺമോർ പറഞ്ഞോണ്ടേ ഇരിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു ഫണ്ണ് ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ള.